NSS SNDP ഐക്യത്തെക്കുറിച്ച് വാചാലനായ സുകുമാരൻ നായർ നിമിഷ നേരത്തിനുള്ളിൽ പ്ലേറ്റ് മാറ്റിവെച്ചു. ഇപ്പോൾ എല്ലാ പഴിയും വെള്ളാപ്പള്ളിയുടെ തലയിൽ ഇടാനാണ് ചില കേന്ദ്രങ്ങളുടെ ഒരു ശ്രമം. സർ, ഒടുവിൽ പഴി മുഴുവൻ വെള്ളാപ്പള്ളിക്ക്. ഇതാണോ ഇപ്പോഴത്തെ ഒരു ആരായിരിക്കാം അവൻ്റെ പിന്നിൽ? ഒരു മാധ്യമ അജണ്ട ഈ വിഷയത്തിനകത്ത് നമ്മൾ കാണുന്നു. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആൾ ഏതാണ്ട് വലിയൊരു ക്രൂരത ഇവിടെ നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിന് ആദ്യഘട്ടത്തിൽ ചിന്തിക്കാതെ മറുപടി പറഞ്ഞ ഒരു NSS ജനറൽ സെക്രട്ടറി. NSSനെ പൂഴ്ത്തുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതൊക്കെ മാധ്യമം ഇപ്പോൾ മീഡിയ കൊണ്ടൊക്കെ നോക്കിയാൽ മതി. NSSനെ പൂഴ്ത്തുന്നതാണ്. അത്രയും ആധികാരികമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു വലിയ സമുദായ സംഘടന. ആ വലിയ സമുദായ സംഘടനയിൽ അപക്വമായിട്ടുള്ളൊരു തീരുമാനത്തിന് ഒരാഴ്ച കൊണ്ട് എടുത്തതിനകത്ത് അവസാനം ശരിയായ തീരുമാനം. ഇന്നലത്തെ ആ ഉണ്ണി ബാലകൃഷ്ണൻ്റെ ഒരു ആഹ്ലാദം എന്ന് വെച്ചാൽ ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത് ഇതൊരു കുറുക്കു വഴിയായിരുന്നു. അത് BJPയിലേക്കുള്ള ഒരു കുറുക്കു വഴി. എൻ്റെ പൊന്ന് ഉണ്ണി ബാലകൃഷ്ണനാണ്. BJPയെ പറ്റി പഠിക്കുമ്പോൾ ഞാൻ പഠിച്ചത്, എൻ്റെ ഒരു രാഷ്ട്രീയം ഇത് വെച്ച് പഠിച്ചിട്ട്, BJP ഒരു സമുദായ സംഘടനയും, BJP അല്ലല്ലോ അതിൻ്റെ പുറകിൽ RSS ഉണ്ടല്ലോ. RSS ഒരു സമുദായ സംഘടനയെയും ഏൽപ്പിച്ചിട്ടല്ല 100 കൊല്ലം കൊണ്ട് അവരാഗ്രഹിച്ചതുപോലെ ഈ രാജ്യത്തുടനീളം വിഭജിച്ച് നിർത്തിയിരുന്ന ഹിന്ദു സമൂഹത്തെ ഒരു 30-40% ഒന്നിപ്പിക്കുന്നതിന്. ഇപ്പോൾ ദളിതൻ വോട്ട് ചെയ്യുന്ന ആർക്കാ? വടക്കേ ഇന്ത്യയിൽ മുസ്ലിം വോട്ട് ചെയ്യുന്ന വോട്ട്, അത് വോട്ട് സാധാരണക്കാരെല്ലാം ബ്രാഹ്മണ മേധാവിത്വം, ബ്രാഹ്മണിക്കൽ, ഹെജിമണി എന്നൊക്കെ പറഞ്ഞിട്ട് BJP അങ്ങോട്ട് മാറ്റി നിർത്തിയില്ലേ? BJPയുടെ കാര്യത്തിൽ RSSന്റെ നിലപാട് ഇതല്ല. ഹിന്ദു ഒന്നിച്ച് നിൽക്കണം, ഈ വിഘടിപ്പിച്ച് പല തട്ടിലാക്കി, പല വിഭാഗത്തിലാക്കി, പല ജാതിയിലൊക്കെ അറിയാമല്ലോ. കോൺഗ്രസ് ഇരുന്ന സമയത്ത് ഇത് ജാട്ടന്മാരെ, കൂട്ടന്മാരെ, മേട്ടന്മാരെ, മറ്റവന്മാരെ പറയും എന്തൊക്കെയുണ്ടെന്ന് പോലും അറിയുന്നത്. ഇതെല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെ ഫൈറ്റ് ചെയ്യിപ്പിച്ചിട്ട് ചില താല്പര്യങ്ങൾ, ഏത് താല്പര്യങ്ങൾ? അന്നേ ഉണ്ട് ഇസ്ലാമിസ്റ്റ് താല്പര്യം. ആ താല്പര്യത്തിനനുസരിച്ച് ഇവർക്കറിയാത്ത രീതിയിൽ ഞങ്ങൾ അമ്പലത്തിൽ വരുമ്പോൾ മാലയിടും, നെഹ്റു അമ്പലത്തിൽ വരുമ്പോൾ കുറിയിടും, ഇന്ദിരാഗാന്ധി അമ്പലത്തിൽ വരുമ്പോൾ കുറിയിടും, സോണിയാഗാന്ധി മാത്രമല്ല കുറിയുടെ കാര്യത്തിലൊന്ന് പുറകോട്ട്. അവർക്ക് എന്നെ കാര്യത്തിൽ അവരെ ഞാൻ ബഹുമാനം. അവർ വേറൊരു പോളിസിയായിട്ട് നിൽക്കുന്നത് കുറി. പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യെ പിടിച്ചപ്പോഴുള്ളൊരു അത് ചരട് കെട്ടി കൊടുത്തു. അതിനകത്ത് അവർക്കുള്ള ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ വേറെ. അത് ഒരുപക്ഷെ കൂടപ്പുറപ്പിന്റെ ബിസിനസ്സോ അല്ലെങ്കിൽ സ്വന്തം മരുമോന്റെ ബിസിനസ്സിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി അതിനകത്ത് ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. അപ്പം അതിനപ്പുറം നോക്കുമ്പോൾ ഈ ഹിന്ദു സമൂഹം ഭൂരിപക്ഷമായിരുന്ന ഇന്ത്യ മഹാരാജ്യത്ത് അവനെ കബളിപ്പിച്ച് ചില ന്യൂനപക്ഷ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പാർട്ടി ആയിരുന്നിടത്ത് ആ ഹിന്ദുവിനെ ഒരു പരിധിവരെ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചു. അതിനകത്ത് ഒരു, ഞാൻ പറയും കേരളത്തിലെ കാര്യം, ഒരു നായരെ അവർ നമ്പിയിട്ടില്ല. RSS ഒരു SNDP നമ്പിയിട്ടില്ല. അവരാ യോഗ്യമായ രീതിയിൽ അവരുടെ പണി ചെയ്താണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് ആ പണി അവർക്കറിയാം. അതിന് ഈ പറഞ്ഞ ഒരു ഉണ്ണി ബാലകൃഷ്ണൻ മെനക്കെടണ്ട. ഉണ്ണി ബാലകൃഷ്ണന്റെ മെനക്കെടീൻ്റെ കൂലി ഉണ്ണി ബാലകൃഷ്ണന് കിട്ടുന്നുണ്ടാവും. അത് ഉണ്ണി ബാലകൃഷ്ണൻ ആ പണി എടുത്തോണ്ട്. അപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ ഇന്നലെ പറഞ്ഞത് സർജിക്കൽ സ്ട്രൈക്കിന്റെ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് കണ്ട് നാരായണ പണിക്കർക്ക് ബോധം വീണ് ഇന്നത് നടപ്പാക്കുന്നത് നിങ്ങൾ കാണണം. ഞാൻ ഇന്നലെ കണ്ടുണ്ടാവും. അപ്പോൾ അത് വരട്ടെ. ഇപ്പോൾ ഇതിനകത്ത് ചില മാധ്യമങ്ങൾ, യൂട്യൂബിലെ ചില മാധ്യമങ്ങളും ഉണ്ട്. കാരണം ഈ ഒരു സഖ്യം വന്നായിരുന്നെങ്കിൽ ഇവരുടെ വിചാരം ഒന്നിച്ചത് ഒന്നെങ്കിലും അങ്ങ് CPM പോവുക, അല്ലെങ്കിൽ ഇപ്പൊ ഇവർ ഉണ്ടായപ്പോ വെപ്രാളം പിടിച്ചിരിക്കുമായിരുന്നു. ഇവർക്ക് ഈ ഒരു വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു എന്നുള്ള കാര്യം കൊണ്ട്, മലപ്പുറത്തെ കാര്യം മാത്രമല്ല പറഞ്ഞത്. മലപ്പുറത്തെ കാര്യം മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞത്, മുഖ്യമന്ത്രിയെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞവനാ ഷാജി. മലപ്പുറത്തെ കാര്യം പറഞ്ഞാൽ ഏതവനെയായാലും കൈകാര്യം ചെയ്യും. മലപ്പുറത്താണ് സ്വർണ്ണപ്പൊട്ടി നടക്കുന്നത്. അത് മുഖ്യമന്ത്രി നോക്കിപ്പം അതിന്റെ ഇത് വെച്ചല്ലേ പറയുന്നത്, സ്ട്രാറ്റജിസ്റ്റ് വെച്ചല്ലേ പറയുന്നത്. അല്ലെങ്കിൽ അതിനകത്ത് ഇത്ര കേസുകൾ നടന്നു, അല്ലെങ്കിൽ നോട്ട് നമ്മൾ ബ്ലാക്കിൽ കൊടുക്കുന്നതിന്റെ പേരെന്തോ, നമ്മള് കുഴൽപ്പണം, അത് നടക്കുന്നത് അവിടെയാണ്. ഏറ്റവും കൂടുതൽ ഇതുപോലെ സ്വർണം കേസുകൾ നടക്കുന്ന ഇതാണ്. ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കേസുകൾ ഉള്ളതാണ്. ലിസ്റ്റ് വെച്ചല്ലേ പറഞ്ഞു. മലപ്പുറംകാരെ പറഞ്ഞ ഞങ്ങൾ കാറ്റുകൾ. അതെന്തൊരു കാര്യമായി? മലപ്പുറംകാരൊക്കെ കുറ്റവാളികളാണെന്ന് പറയാൻ പറ്റത്തില്ലേ? മലപ്പുറംകാർ പീഡിപ്പിച്ചെന്ന് പറയാൻ പറ്റത്തില്ലേ? മലപ്പുറംകാർക്ക് ഈ പറയുന്ന പോലെ ചില പ്രത്യേക താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ നിൽക്കുന്നു. അവരുടെ കുഴപ്പങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നില്ല. അതിന് കാരണം അവരുടെ വോട്ട് ബാങ്കാണ്. അവരൊന്നിപ്പിച്ച് നിൽക്കുന്നതാണ്. അല്ലെങ്കിൽ ആ ഒരു കാരണം വരുമ്പോൾ SDPക്കാരനും PFIക്കാരനും ഒക്കെ നിൽക്കുന്നു. ഇപ്പം മുസ്ലിം ലീഗിനെ പഴയ പോലെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ വോട്ടിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി ജമാഅത്ത് ഇസ്ലാമിയുടെ തിട്ടൂരം നടപ്പാക്കാൻ നിന്നുകൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ വർഗീയവാദിയാവുക? ഇത് നടപ്പാക്കുന്നവൻ അല്ലെങ്കിൽ ഇവിടെ ഈ തിട്ടൂരം
നടപ്പാക്കുന്നവൻ അല്ലെങ്കിൽ ആ നെറേറ്റീവ് നടപ്പാക്കാൻ നിൽക്കുന്നതും അത് പരസ്യമായിട്ട് നടപ്പാക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നവൻ വർഗീയവാദിയാവുക, നടപ്പാക്കുന്നവൻ ജനാധിപത്യ വിശ്വാസി അല്ലെങ്കിൽ അവൻ മതേതരവാദിയൊക്കെ ആവും. അതല്ലേ വെള്ളാപ്പള്ളി പറഞ്ഞത്. ഇത് നട്ടലോട് കൂടിയാലും വേണ്ട, പൂച്ചയ്ക്ക് മണി കെട്ടണം. അല്ലെങ്കിൽ ഈ രാജാവ് നഗ്നനാന്ന് പണ്ടൊരു കഥ ഉണ്ടായിരുന്നല്ലോ. ഒരു പൊട്ടനായ രാജാവിനെ രാജ്യസഭയിലാണെങ്കിൽ മന്ത്രിമാരും ഈ പറഞ്ഞ ഉടുപ്പ് ഊരിച്ചിട്ട് ഒരു കോടിക്കണക്കിന് രൂപയുടെ വസ്ത്രം ഉണ്ട് ഇതിട്ടാട്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആംഗ്യോ കാണിച്ച് ഇയാളോട് എന്നപ്പോൾ ഒരു കൊച്ചിറക്കി പറഞ്ഞു, രാജാവ് നിങ്ങൾ മുഴുവൻ കളയായിട്ട് നിൽക്കുക. ഇതേ വെള്ളാപ്പള്ളിയുടെ ചെയ്ത് പറഞ്ഞുള്ളൂ. ഒരു കാര്യം ധൈര്യത്തോടു കൂടി ഉറക്കെ പറഞ്ഞു. SNDPയോട് അയാൾ നേരത്തെ പറഞ്ഞതാ, അയാൾ SNDPയുടെ സെക്രട്ടറി ആണല്ലോ. നിങ്ങൾ ഒന്നിക്കണം, നിങ്ങൾ ഒന്നിച്ചു നിന്നാലേ നിങ്ങൾക്ക് വേണ്ടത് ഇത് കിട്ടത്തുള്ളൂ. അത് പറഞ്ഞാൽ എന്താ കുറ്റം? അയാൾക്ക് പറയാൻ അധികാരമില്ലേ? പറഞ്ഞു. അതിനുശേഷമാണല്ലോ അവരും ചിന്തിച്ചു തുടങ്ങിയത്. അപ്പം ഇത് ഇവിടെ പറഞ്ഞു, നമ്മൾ ഈ ഒരു ചേരിതിരിവിനെതിരെ നിൽക്കണമെങ്കിൽ അവർ കാണിക്കുന്നത് പോലെ ഒരു ശക്തി ഹിന്ദു കാണിക്കണം. വേറൊന്നും വേണ്ട, എല്ലാവർക്കും കിട്ടുന്നത് വീതം നമുക്കും വേണ്ടേ? ഇത് അവർ അധികാരത്തിൽ വരുന്നു, അവർ നിയന്ത്രിക്കുന്നു, അവർക്ക് 5 മന്ത്രിമാരുണ്ടാവുന്നു, അവർ പറയുന്നത് പോലെ പറയുന്ന വകുപ്പുകൾ അവർക്ക് കിട്ടുന്നു, ആ രീതിയിൽ ഭരണ സംവിധാനം വരുന്നു. ഈ നെറേറ്റീവ് ചൂണ്ടിക്കാണിച്ച് അതിനകത്ത് മാധ്യമം ഉൾപ്പെടെ അയാളിപ്പം ഏതാണ്ട് വലിയ കാര്യം ചെയ്യും. NSS ജനറൽ സെക്രട്ടറി ഇതുപോലെ NSS ജനറൽ സെക്രട്ടറിക്ക് എന്തിനാ ഈ സമദൂരം പറഞ്ഞിട്ട് പലരോടും ചൊറിച്ചിട്ട് വരുന്നത്? സുരേഷ് ഗോപിയെ കാണുമ്പോൾ മൂലം ചൊറിയുക, അല്ലെങ്കിൽ ചില BJPയുടെ ഗവർണർമാരെ കാണുമ്പോൾ മൂലം ചൊറിയുക, ചില ആൾക്കാരെ കാണുമ്പോൾ ഒരു കുഴപ്പമില്ല. ഇയാൾ ഇവിടെ എന്തോ സമദൂരം ഇയാൾക്കുള്ളത്. ഇയാൾക്ക് നായന്മാർക്കകത്ത് ഡൽഹി നായരില്ലേ? ഇയാൾക്ക് താല്പര്യമുള്ള നായരില്ലേ? ഇയാൾക്ക് താല്പര്യമുള്ള സതീശൻ ഇയാളെ നായറിനകത്ത് വരുന്നില്ലല്ലോ. അയാൾ നായരാണല്ലോ. അയാൾ പറയുന്നതും ശരിയാന്നുള്ളതല്ല. അയാൾ ഈ തിട്ടൂരത്തിന്റെ ആളാ. ഈ പറയുന്ന ഷാജിയുടെ തിട്ടൂരം, അല്ലെങ്കിൽ ഇപ്പൊ ഈ വെള്ളാപ്പള്ളി നടേശനെ എതിർക്കുന്നവരുടെ തിട്ടൂരത്തിന്റെ ആളാ സതീശനെ ഇങ്ങനെ കാണിച്ച് അയാളും കൂടെ ഏറ്റു പറയുക. ബാക്കിയുള്ളവരുടെ അയാൾക്ക് അതിനകത്ത് ഗുണം ഉണ്ടാവുമെന്നാണ് പുള്ളി വിചാരിക്കുന്നത്. അപ്പം ഈ കാര്യം വ്യക്തമാക്കി പറയുന്നതിന് വേണ്ടി ആണല്ലോ, അല്ലെങ്കിൽ ഇത് ഇപ്പൊ ഒന്നിച്ച് നിൽക്കണം, നമ്മൾ ഒന്നിച്ച് നിന്നാലേ മേടിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് സുകുമാരൻ നായർ പറഞ്ഞു ഓക്കെ പറഞ്ഞു വിടും, ആളിനെ പറഞ്ഞു വിടും. സംസാരിച്ചതിന് ശേഷം ഡയറക്ടറോട് കൂടിയതിന് ശേഷം അതിനുള്ള അംഗീകാരം മേടിക്കുക. ഇന്നലെ പത്മ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉടനെ പുള്ളി അങ്ങ് ഡയറക്ടറോട് കൂടും. പുള്ളിക്ക് ഡയറക്ടറോട് എന്ന് പറഞ്ഞാൽ പുള്ളി പറയുന്നതിനപ്പുറം എന്തോ ഡയറക്ടറോട്. അയാൾ പറയുന്നത് കേൾക്കാത്തവനെല്ലാം അതിനകത്തുനിന്ന് പുറത്താക്കും. കളഞ്ഞൂർ റോദിനെ അങ്ങനെ പുറത്താക്കും, പത്തനംതിട്ട യൂണിയൻ പ്രസിഡന്റ് അങ്ങനെ പുറത്താക്കുക. കാരണം അയാളെന്ന് പറഞ്ഞാൽ ഈ ഒരു കുണ്ടിയുണിക്ക് പക്ഷിയാണ്. ഈ സമുദായത്തിന് ഞാൻ പഠിച്ചിടത്തോളം, ഞാൻ നായർ, അതുകൊണ്ട് ഞാൻ പറയും, ഈ സമുദായത്തിന് വന്നത്ത് പത്മനാഭൻ ഓരോ വീട്ടിൽ കയറി 1 രൂപ കണക്കിന് പിടിച്ചെടുത്ത് ഉണ്ടാക്കി വെച്ച പ്രസ്ഥാനത്തിൻ്റെ പുറത്ത് കയറിയിരുന്ന് അതിൻ്റെ ആനുകൂല്യം പിടിച്ചു പറ്റി, അല്ലെങ്കിൽ അത് താല്പര്യത്തിന് വേണ്ടിയോ, ഇപ്പം വേറെ ഞാൻ പറയുന്നില്ല, പേരെടുത്ത് പറയുന്നില്ല, നമ്മുടെ കൂട്ടുള്ള ഒരു പ്രമുഖമായിട്ടുള്ള യൂട്യൂബ് ചാനലുകാരൻ പറയുന്നുള്ളൂ, ഒരു ആനുകൂല്യത്തിനും വേണ്ടി നിന്നു കൊടുക്കാതെ സമുദായത്തിന് വേണ്ടി നിന്നു കൊടുക്കുന്ന ആൾ. ഇപ്പോൾ കാണാം, അയാൾക്ക് ശേഷയുടെ മോളെ കൊണ്ടുവരാൻ നോക്കുക NSS ജനറൽ സെക്രട്ടറി ആയിട്ട്. ഒരു ആനുകൂല്യം പുള്ളിക്കില്ല. പുള്ളി കഴിഞ്ഞ പ്രാവശ്യം താക്കോൽ സ്ഥാനം, ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ രമേശ് ചെന്നിത്തല മറ്റേ നേരമല്ലോ നമ്മൾ പറഞ്ഞത്, താക്കോൽ സ്ഥാനത്തിന് വേണ്ടി പുള്ളി കഴിഞ്ഞ ദിവസവും പറഞ്ഞത് എന്തോ രമേശ് ചെന്നിത്തല യഥാർത്ഥ നായർ അല്ലെ, പുള്ളിയുടെ താല്പര്യം. അപ്പൊ പുള്ളിക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഇയാളെ പിടിച്ചാക്കുന്നത് ആരെങ്കിലും ആയിട്ട്. നേരത്തെ സമദൂരമാണെങ്കിൽ സമദൂരം ഒന്നുമില്ല, പുള്ളിക്ക് ദൂരം ശരി ദൂരം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ശരി രമേശ് ചെന്നിത്തലയുടെ ശരിയാണ്. ശരിയാണ്. എനിക്ക് രമേശ് ചെന്നിത്തലയുടെ താല്പര്യക്കുറവൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ നേരത്തെ ശശി തരൂരിനെ ഡൽഹിയിൽ നിന്നായിരുന്നു വിളിച്ചു. പിന്നെ ശശി തരൂർ അവിടെ സംസാരിച്ചിരുന്നപ്പോൾ ഇയാളെ പിടിച്ച് അവിടെ തൊപ്പിയൊക്കെ കൊടുത്ത് ഇരുത്തി. അപ്പൊ അയാളെ പുകഴ്ത്തുന്നവൻ. അപ്പൊ കഴിഞ്ഞ ദിവസം ഈ തിട്ടൂരവുമായിട്ട് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി ഇതിനകത്തൊരു കാര്യം പറഞ്ഞായിരുന്നു. ഇതിനകത്ത് പണ്ട് ഞങ്ങളൊന്ന് ഒന്നിക്കാൻ നോക്കിയപ്പോൾ ഇത് പൊളിച്ചത് ആരാന്ന് ഇവിടുത്തെ ലീഗുകാരൻ അവൻ ഒന്നിച്ചു. വെള്ളാപ്പള്ളി പറഞ്ഞപ്പോൾ അവൻ അങ്ങനെ പറഞ്ഞോ, എന്നാൽ നമുക്കെല്ലാം കൂടെ ഒന്നിച്ചു, SDP-ക്കാരും PF-ക്കാരും ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാരും എല്ലാം കൂടെ ഒന്നിച്ചു, ഞങ്ങൾ ഒന്നാണെന്ന് കഴിഞ്ഞ ദിവസം ഷാജി ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലിൽ ഇരുന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്തോ, ഞങ്ങൾ വരും, ഞങ്ങൾ ചോദിച്ചു മേടിക്കും, മതമാണ് പ്രശ്നം. അത് ആരുടെ തിട്ടൂരാ? മീഡിയ വണ്ണിൽ ഇരുന്നിട്ട് വേറെ ഏത് ചാനലിൽ കൊടുത്താലും ഷാജി എന്ന് പറഞ്ഞാൽ പറയുമല്ലോ. മീഡിയ വണ്ണിൽ ഇരുന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്തോ, ഞങ്ങൾ വന്നാൽ തിട്ടൂരം ആര് ഭരിക്കും? ആര് ബാലൻ പറഞ്ഞത് സത്യമല്ലേ? ഇവർ ഭരിക്കും. ആരാ? ജമാഅത്ത് ഇസ്ലാമി ഭരിക്കും. ആ ജമാഅത്ത് ഇസ്ലാമിയുടെ മുഖ്യമന്ത്രി ആരാ? PD സതീശൻ. ഇങ്ങനെ അതിൻ്റെ അർത്ഥം ആ രീതി പറഞ്ഞെടുത്ത് ഇന്നലെ ഒരു പത്മ അവാർഡ് കൊടുത്തെന്ന് പറഞ്ഞു, അതിൻ്റെ പിറ്റേന്ന് ഇത് സാധ്യമാക്കി. അപ്പം അവിടെ ചെന്ന് കണ്ടു, ഈ വെള്ളാപ്പള്ളി പറഞ്ഞത് നമുക്ക് വീണ്ടും വിശ്വസിക്കേണ്ടി വരും, ശരിയോ തെറ്റോ, അല്ലെങ്കിൽ NS ലീഗാണ് നേരത്തെ പൊളിച്ചത്, വീണ്ടും ലീഗ് തന്നെയായിരിക്കും പൊളിച്ചത്. കാരണം ഇത് വന്നാൽ ഒരുപക്ഷെ ഭയന്നത് ഈ ഒരു ഒന്നിപ്പ് വന്നാൽ ആ ഒന്നിപ്പിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാൻ ഏറ്റവും അധികം കഴിയുന്നത് ഒരുപക്ഷെ 10% സംവരണം കൊണ്ടുവന്ന് പിണറായി വിജയനാണല്ലോ ഈ ന്യായമൊക്കെ പറയുമ്പോൾ. അതിന് മുമ്പ് വന്നില്ലായിരുന്നല്ലോ ഭൂരിപക്ഷ. അപ്പം ഇദ്ദേഹം അതിന് അനുകൂലമായിട്ട് പറഞ്ഞു. അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ സാധ്യതയുള്ളത് ഒരുപക്ഷെ BJPക്കോ അല്ലെങ്കിൽ ഈ പറയുന്നത് എനിക്കറിയത്തില്ല. അപ്പം അത് വേണ്ട, ഞാൻ കോൺഗ്രസ് ആണ്. പുള്ളി ഒരു കോൺഗ്രസ് ആണല്ലോ,
പുള്ളി പണ്ട് ബി ജെ കുര്യനെ കോൺഗ്രസ് ആയതുകൊണ്ട് ഏറ്റവും നീചമായ പ്രവർത്തിക്ക് സംരക്ഷിച്ച ഒരാളാണ്. അയാൾ ബി ജെ കുര്യൻ അന്ന് മന്ത്രിയായിട്ടിരുന്നപ്പോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മിനിസ്റ്റർ രേഖപ്പെടുത്തിയ ആളാണ്. അപ്പോൾ അങ്ങനെ ബി ജെ കുര്യൻ രക്ഷപ്പെട്ടെ. ബി ജെ കുര്യൻ അവിടെ ഇല്ല. അന്നാ ചോദിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഇതിന് ഈ നമ്മുടെ ഹനുമാന്റെ കൂട്ട് എന്തെങ്കിലും ശക്തിയുണ്ടോ എന്നാണ് ഇവിടെ ഇരുന്നോണ്ടേ എന്ന് പറഞ്ഞ ട്രോളുകൾ വന്നായിരുന്നു. ഹനുമാന്റെ വാലിങ്ങനെ നീണ്ടുപോകും, എവിടെ വേണേലും നീണ്ടുപോയി, അങ്ങനെ ലങ്ക കത്തിച്ചു. അപ്പൊ ബി ജെ പി ആ ഒരു വാലില്ലെങ്കിലും ഇത് പ്രയോഗിക്കുന്ന അവയവത്തിന് ആ ഒരു ശക്തി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ട്രോൾ വന്നായിരുന്നു. അപ്പൊ ഏതായാലും ഇതിനകത്ത് ഇദ്ദേഹം എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് ഇത് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ചിലപ്പം പലതും ഒളിച്ചു വെക്കാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇതുവരെ ഇല്ലാത്ത ഒരു നിലപാട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശബരിമലയുടെ വിഷയത്തിലും പിണറായി വിജയന്റെ വിഷയത്തിലും ഒക്കെ ഈ പറയുന്ന NSS ജനറൽ സെക്രട്ടറി എടുത്തത് ഒളിച്ചു വെക്കാൻ ഉള്ള കാര്യം പരസ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ധനലക്ഷ്മി ബാങ്കിന്റെ മാനേജരായിട്ടിരുന്ന സ്വന്തം മരുമകൻ അവിടുന്ന് രാജിവെക്കാനുണ്ടായ ഒരു കഥയുണ്ട്. ആ കഥയുടെ പുറകിൽ CBI ED ഒക്കെ വന്നാൽ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഇത് പരസ്യമായി രഹസ്യമായി കൊണ്ടിരിക്കുന്നത് വേറെ ആരുമല്ല, ആ സമുദായത്തിനുള്ള ആൾക്കാർ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് അറിയാൻ സാധിക്കും. ഏതായാലും ഇവരാരും പറയുന്നത് പോലെ നിഷ്പക്ഷമായിട്ടുള്ള ഒരു സമുദായത്തിന് വേണ്ടി, ആ ഉന്നമനത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഒരാളായിട്ട് നമ്മൾക്കിതുവരെ അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. അദ്ദേഹത്തിന് താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ പുള്ളിയുടെ സ്വന്തം താല്പര്യങ്ങളാണ്. ഒരുപക്ഷെ നാളെ കാലത്തെ സമൂഹത്തിൽ ഇപ്പം പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ മകളുടെ താല്പര്യം ആണോ അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്നുള്ള രീതിയിലേക്ക് വരുന്നതാണ്. ഇപ്പം NSSന്റെ നമ്മളിപ്പം കൺവെൻഷനുകൾ നടക്കുന്നിടത്ത് പ്രധാനപ്പെട്ട വേദി പങ്കിടുന്ന ആൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെക്കാട്ടി മോളോടൊപ്പമാണ്. ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NSS ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ NSSന്റെ താല്പര്യം സംരക്ഷിക്കേണ്ട ഒരാളാണ്. നഗ്നമായ ഒരു സത്യമാണത്. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി, അതാണ് അദ്ദേഹത്തിൻ്റെയും ഡ്യൂട്ടി. മുസ്ലിം ലീഗിന്റെ ഡ്യൂട്ടി അവരുടെയാണ്. എന്നാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ NSS ജനറൽ സെക്രട്ടറി മുസ്ലിം ലീഗിന്റെ താല്പര്യം സംരക്ഷിക്കാനായിട്ട് നിൽക്കുമ്പോൾ SNDPയുടെ ജനറൽ സെക്രട്ടറി SNDPയുടെയും മൊത്തത്തിൽ ഹിന്ദുക്കളുടെ താല്പര്യവും സംരക്ഷിക്കാൻ വേണ്ടിയാണ് മുന്നോട്ട് വന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവർ മറന്നു പോകുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിലപേശൽ ശക്തിയുള്ളത് ഇന്ന് മുസ്ലിം ലീഗിനാണ്. ഈ സഖ്യം നിലവിൽ വന്നിരുന്നെങ്കിൽ ആ വിലപേശൽ ശക്തിയുടെ ഒന്നാം സ്ഥാനത്തേക്ക് നായരി ഈഴവ ഐക്യം അല്ലെങ്കിൽ നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യം എത്തുകയും മുസ്ലിം ലീഗ് ആ വിലപേശൽ ശക്തിയിൽ നിന്ന് പിന്നോട്ട് പോവുകയും ചെയ്യും. കാരണം എത്ര വന്നാലും 27% അവരുടെ ജനസംഖ്യ എന്ന് പറയുന്നത്. ഇപ്പുറത്ത് നിൽക്കുന്ന സിംഹഭാഗം എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൻ്റെ വിലപേശൽ ശക്തിയിൽ NSSനും SNDPക്കും ഒപ്പമുള്ള ക്രിസ്ത്യൻ ഇതര ഹിന്ദു സംഘടനകൾക്കോ അല്ലെങ്കിൽ സമുദായങ്ങൾക്കും കിട്ടുന്ന വലിയൊരു ആനുകൂല്യത്തിൻ്റെ സാധ്യതയാണ് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഇദ്ദേഹം ഈ രീതിയിൽ ബലി കഴിച്ചിരിക്കുന്നത്. ശരിയല്ലേ? ഉറപ്പായി. അല്ല, അതിനകത്ത് വേറെ കാര്യമുണ്ട്. ഇദ്ദേഹം പറഞ്ഞതിനകത്ത് വലിയൊരു അജണ്ട നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. പണ്ട് പറയുമായിരുന്നു, ആദ്യമേ അവർക്ക് ഈ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു കാര്യം അറിയും, അല്ലെങ്കിൽ അവരുടെ കടന്നുകയറ്റം പലതും പരിശോധിക്കുമ്പോഴാണ് ആദ്യമേ അവർക്ക് സാധ്യതയില്ലാത്തടത്ത് അവർക്ക് എല്ലാ സാധ്യത ഉണ്ടാകും. അതിനുശേഷം ആവശ്യമുള്ളതൊക്കെ നുഴഞ്ഞു കയറും. അതിനുശേഷം അവർക്ക് സാധ്യതയായെന്ന് കണ്ടാൽ ഒരു പരസ്യമായിട്ട് വെല്ലുവിളിച്ച് വെളിയിൽ വരുന്ന ഒരവസ്ഥയും കീഴ്പ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്കും. പക്ഷെ ഷാജിയുടെ ഒരു നിലപാട് അതല്ലേ. ഇതുവരെ മിണ്ടാതിരുന്ന അല്ലെങ്കിൽ അതേ രീതിയിൽ അവർക്ക് ഒക്കുന്നിടത്തെല്ലാം അവരുടെ കസ്റ്റഡിയിലാക്കി വെച്ചിട്ട് മലപ്പുറമത്തോടെ കസ്റ്റഡിയാണല്ലോ. അവർക്ക് വേറെ ആർക്കും ഇപ്പോൾ കേരളത്തിൽ ഒരുപക്ഷെ CPMന് കണ്ണൂർ പല സീറ്റുകളും ജയിക്കാൻ പറ്റും. പക്ഷേ മുസ്ലിം ലീഗിന് ആരുടെയും സഹമില്ല, മലപ്പുറത്ത് പല സീറ്റുകളും ജയിക്കാം. അതേ രീതിയിൽ അവരുടെ മാത്രമായിട്ടുള്ള അപ്രമാദിത്വത്തിലെ കാര്യങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞ് അത് കേരളത്തിൽ മൊത്തം വ്യാപിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഉണ്ടാവേണ്ട ഒരു സ്വരം, ഞങ്ങൾ മതമാണ് പ്രശ്നം, ഞങ്ങൾക്ക് കിട്ടാനുള്ളത് ഞങ്ങൾ ചോദിച്ച് മേടിക്കും, ആ രീതിയിലേക്ക് പറയുവാന്ന് പറഞ്ഞാൽ വർഗീയതയുണ്ട്, ജനാധിപത്യ സ്വഭാവം ഇല്ല. ഉണ്ടോ? അല്ല, വർഗീയത അതിൽ എന്തുകൊണ്ട് മാധ്യമങ്ങളും ഈ ഉണ്ണി ബാലകൃഷ്ണനും കാണുന്നില്ല? അത് തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യം. ഒരു ഇസ്ലാമിസ്റ്റുകളുടെ കടന്നുകയറ്റം കേരളത്തിൽ എത്രത്തോളം വലിപ്പത്തിൽ ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും അവസാനം അവരുടെ ഈ മുദ്രാവാക്യം ഞങ്ങൾ പിടിച്ചെടുക്കും, PFIക്കാരൻ പറഞ്ഞ 2047 പിടിച്ചെടുക്കും, ജനാധിപത്യം വന്നില്ലെങ്കിൽ ഏത് രീതി പിടിച്ചെടുക്കും? കായികമായിട്ട് പിടിച്ചെടുക്കും. അതേ ഒരു സംസാരത്തിലേക്ക് ഇപ്പോൾ വന്നില്ലേ? എവിടെയും സംസാരിക്കുന്നു. അതിനെക്കാട്ടിൽ PFIക്കാരനെക്കാട്ടിൽ ജനാധിപത്യത്തെ എതിർക്കുന്നവൻ, അല്ലെങ്കിൽ ശരീഅത്ത് നിയമം വരണമെന്ന് ആഗ്രഹിക്കുന്നവൻ, ഇസ്ലാമിസ്റ്റ് രാജ്യം വരണമെന്ന് ആഗ്രഹിക്കുന്നവൻ, ആ തിട്ടൂരം ഏറ്റവും അടുത്ത ബംഗ്ലാദേശിൽ റോഡിലിട്ട് ഹിന്ദുവിനെ ചുട്ടുവെന്ന് കാണിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലിൽ നിന്നാണ് ഷാജി പറയുന്നത്. ആ പറച്ചിലിനകത്ത് ഒത്തിരി അർത്ഥമുണ്ട്. അതിനെ എതിർത്ത വെള്ളാപ്പള്ളി നടേശനെ പരസ്യമായിട്ട് വിചാരണ ചെയ്യാൻ, അതായത് എല്ലാ മേഖലയും ഇവരുടെ കയ്യിലായും നമ്മൾ വിചാരിക്കേണ്ടി വരുന്നു. അതായത് മാധ്യമങ്ങൾ തയ്യാറാവുന്നത്.
അപ്പോൾ ഇതിൻ്റെ പുറകിലൊക്കെ ഒരു അജണ്ടയുണ്ട്. ഇസ്ലാമിസ്റ്റ് അജണ്ട ഇന്ത്യയിലുടനീളം ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് വേണ്ട, അത് PFIക്കാരൻ്റെ SDPIക്കാരൻ്റെ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ്റെ കെയർ ഓഫിൽ വേണ്ട, ഇവിടുത്തെ നക്സലുകളെയും അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളെയും ഒരു പരിധിവരെ ഇന്ത്യയിലുടനീളം ഇല്ലാതാക്കിയപ്പോൾ അത് ഉറക്കെ പറയാൻ, ഇറങ്ങി നിൽക്കാൻ, വിളിച്ചോതാൻ ആ രീതിയിലേക്ക് കേരളത്തിൽ വരുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിന് ഒരു പക്ഷേ ഏറ്റവും അവസാനം സമുദായ സംഘടനയായിട്ടുള്ള NSSനെ ഇസ്ലാമിസ്റ്റുകൾ വിഴുങ്ങിയോ, അല്ലെങ്കിൽ NSSനെ വിഴുങ്ങുന്നതിന് വേണ്ടി സുകുമാരൻ നായർ നിന്നുകൊടുത്തോ എന്ന് പോലും സംശയിക്കേണ്ടി.